ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആയിരിക്കാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നത് എടുക്കുക, ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസൊണേറ്റ് ചെയ്യാതെ ഇരിക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി? ആ പേഴ്സൺ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് ആ ഒരു വ്യക്തിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം ഈ ഒരു സമയം നിൽക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അവർക്കൊരു ആക്ഷൻ എടുത്ത് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് ഒന്നിനെ പറ്റിയും ഒരു ക്ലാരിറ്റി ഇല്ല. എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു ക്ലാരിറ്റിയും ഇല്ല ഈ ഒരു പേഴ്സണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കാണുന്നത്. എന്തായാലും അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നോക്കാം. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഒരുപാട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്ത വ്യക്തിയായിരിക്കാം, അല്ലെ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഒരുപാട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തത്. ഏതായാലും ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ വർക്ക് പ്ലേസിലുള്ള ഒരാളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയമുള്ള ആളായിരിക്കാം. എന്തായാലും ഇവർ തമ്മിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ തിരിച്ചും ഈ ഒരു വ്യക്തിയും തിരിച്ചും അവരുടെ ലൈഫിലെ നടന്ന കാര്യങ്ങളും പാസ്റ്റിലെ എക്സ്പീരിയൻസും എല്ലാം ഈ ഒരു വ്യക്തിയോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സന്റെ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ നേരിട്ട സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടി സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനത്തെ ഒരു കടപ്പാടുള്ളത് കൊണ്ട് തന്നെയായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്നത് ഈ ഒരു തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ അവരുടെ സമയവും സ്നേഹവും എല്ലാം കൊടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അന്നൊക്കെ നിങ്ങളെ അവഗണിച്ച സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അവഗണന നേരിട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. അപ്പം ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി നോക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ ഒന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ അവർ തമ്മിലൊരു ഫൈറ്റിംഗ് ആണെന്നാണ് കാണുന്നത്. അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ വളരെ സഹിച്ചാണ് അവർ നിൽക്കുന്നത്. അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് നിൽക്കുന്നത്. എങ്ങനെയും ആ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിന്നേ പറ്റൂ. കാരണം ആ ഒരു വ്യക്തിയായിട്ട് പോയ റിലേഷൻഷിപ്പാണ്. അപ്പം അവർ തന്നെത്താൻ അനുഭവിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. അതുകൊണ്ടൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം, കൂടുതൽ കാർഡ്സ് എടുക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടുന്നു. ഇവിടെ തേർഡ് പാർട്ടിയോട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണുന്നു. കാരണം തേർഡ് പാർട്ടിയോട് നിറവേറ്റേണ്ട എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർ തമ്മിലൊരു കടപ്പാടുണ്ടായിരുന്നെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. എന്തൊക്കെയോ കടപ്പാടും കാര്യങ്ങളുമെല്ലാം ആ ഒരു തേർഡ് പാർട്ടിയോടുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണ് ആ ഒരു തേർഡ് പാർട്ടിയോട്. അപ്പം അതുകൊണ്ടായിരിക്കാം അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി വളരെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രാപ്പായി നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് കാരണം ഒരുപാട് ഇമോഷണൽ സ്ട്രെസ്സാണ് ഈ ഒരു വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെയായിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹവും ഒന്നും ഉള്ളതായിട്ട് ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ അവർ തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ആണെന്നാണ് കാണുന്നത്. എങ്ങനെയും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി പിടിച്ചു നിൽക്കുകയായിരിക്കാം. അതാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആണെന്നാണ് കാണുന്നത്. കാരണം അവർക്കൊരു ആക്ഷൻ എടുക്കാനോ അവർക്ക് സ്വന്തമായിട്ടൊരു ഫ്രീഡം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ചെന്ന് പെട്ടും പോയി അവിടുന്ന് വരാനും സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആണ്, വളരെയധികം വിഷമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ, കുറ്റബോധമുണ്ട്. ആ ഒരു വ്യക്തി തന്നെ വരുത്തി വെച്ച ഒരു സിറ്റുവേഷൻ അല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കുറ്റബോധം ആ ഒരു പേഴ്സന്റെ മനസ്സിൽ കാണുമായിരിക്കാം. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ തേർഡ് പാർട്ടി റീഡിംഗ് ആണ് ചെയ്യുന്നെങ്കിലും ഇവിടെ നിങ്ങളുടെ എനർജിയും വരുന്നുണ്ട്. ഇവിടെ ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം എങ്ങനെയും ഈ അവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു ഈ ഒരു വ്യക്തി. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം ഈ ഒരു സമയത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം തികച്ചും ഈ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവരുടെ വിഷമങ്ങൾ ആരുമായിട്ടും ഷെയർ ചെയ്യാനില്ല. തേർഡ് പാർട്ടിയും ഇല്ല, ഇപ്പോൾ നിങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി എല്ലാ സങ്കടവും ഉള്ളിൽ ഒതുക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നു. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഈ ഒരു പേഴ്സൺ വളരെയധികം ചിന്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അവരുടെ കറണ്ട് എനർജിയിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തിരികെ വരണം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ചിലപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് ആണ്. നിങ്ങളെ അടുപ്പിക്കാതിരിക്കാനായിട്ടായിരിക്കാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾ അവരുടെ സിറ്റുവേഷൻസ് എല്ലാം മനസ്സിലാക്കും എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അവരുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ആ ഒരു വ്യക്തി ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വളരെയധികം ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ഡിപ്രഷനും പെയിനും ഒക്കെയാണ് ഉള്ളത്. അതൊന്നും നിങ്ങൾ അറിയരുത്. ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് ഞാൻ വളരെ സന്തോഷമായിട്ട് കാണപ്പെടണം. കാരണം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമല്ലോ എന്നോട് ചെയ്തതിന് ആ ഒരു വ്യക്തിക്ക് അല്ലെ കർമ്മ അനുഭവിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ വളരെ ഹാപ്പി ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു വ്യക്തി ഒരുപാട് സ്ട്രെസ്സും ഡിപ്രഷനുമാണ് ഈ ഒരു സമയം അനുഭവിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഈ ഒരു വ്യക്തി വളരെ ഹാപ്പി ആയിട്ടായിരിക്കാം ഉള്ളത്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് ഡിപ്രഷനാണുള്ളത്. ഈ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ
നിങ്ങളെ ആഗ്രഹിക്കുന്ന നിമിഷം തന്നെ അവരുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. കാരണം ആ ഒരു വ്യക്തി നിങ്ങളെ മാറി നിന്ന് നിങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങളെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് വേണം എന്നുള്ളതിനെ പറ്റിയിട്ടാണല്ലോ കൂടുതലും ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുകയാണ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ ഓൾറെഡി അവരുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് തരണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ല നിങ്ങളായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം അവളുടെ സിറ്റുവേഷൻസ് എല്ലാം ഇംപ്രൂവ് ആയി നിങ്ങളിലേക്ക് തിരികെ വരണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. അതുകൊണ്ട് തന്നെ നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് ചെയ്യണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ ലൈഫിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചെയ്ത തെറ്റുകളെ പറ്റി ഓർത്ത് ഉള്ള കുറ്റബോധമുണ്ട് ആ ഒരു പേഴ്സൺ. പക്ഷെ അവർക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർക്കൊരു തീരുമാനം എടുക്കണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു സെയിം സമയം തന്നെ അവരുടെ ആ തീരുമാനം അല്ലേ വേണ്ട, ഇപ്പൊ തീരുമാനം എടുക്കണ്ട, കുറച്ച് കഴിയട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമില്ലെന്ന്. പക്ഷെ ആ ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു വ്യക്തി അവരുടെ ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കുന്നത്. ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നു ആ വ്യക്തിയുടെ കർമ്മഫലമാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങളോട് എന്നുള്ളതൊക്കെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഈ ഒരു കർമ്മ കിട്ടിയത്. നിങ്ങളോട് ചെയ്തതിന്റെ ആ ഒരു തെറ്റിന്റെ ഫലമായിരിക്കാം ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന കർമ്മ. അവരത് അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അവർ അനുഭവിച്ച് മാത്രമേ നിങ്ങളുടെ അരികിലേക്ക് വരത്തുള്ളൂ. കാരണം ആ ഒരു കർമ്മ പൂർത്തിയാകണം. നിങ്ങളോട് ചെയ്ത തെറ്റുകളുടെ ഫലം ഈ ഒരു വ്യക്തി അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കർമ്മ പൂർത്തിയാകുമ്പോഴായിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. അതും ഇനി നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് ഒരു ചുമ്മാതെയുള്ള ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടല്ല. കാരണം വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആയിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. കാരണം ഇവർ ഓൾറെഡി ലെസൺസ് എല്ലാം ലേൺ ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. അപ്പം ഇനിയുള്ള വരവെന്ന് പറയുന്നത് വളരെ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു വരവാണ്. കാരണം ഈ ഒരു വ്യക്തി ഓൾറെഡി എല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം തരാനായിട്ടായിരിക്കാം ഇനിയൊരു വ്യക്തി വരുന്നത്. ഈ പേഴ്സണ് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ മനസ്സിലായിട്ടുണ്ട്. കാരണം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തകർന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അല്ലെ ഡിവൈൻ കണക്ഷൻ ആണ്, അല്ലെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ്, അല്ലെ മുൻജന്മത്തിൽ നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയത്. ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളോട് അത്രയും ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹമാണ് ഈ ഒരു സമയം തോന്നുന്നത്. കാരണം അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷനിൽ മനസ്സോടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് നിൽക്കുന്നതല്ല, അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിന്നേ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള
നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരണമെന്നുണ്ട്. ജസ്റ്റിസ് തരണമെന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നൽകണമെന്നുണ്ട്. എല്ലാം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം ഈ ഒരു വ്യക്തിയുടെ തെറ്റുകളെല്ലാം തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഓൾറെഡി എല്ലാം ലേൺ ചെയ്യുകയാണ്. ഇനി അവർക്ക് കുറച്ച് അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ കാണുമായിരിക്കാം. അപ്പോൾ ആ ഒരു കർമ്മ പൂർത്തിയായതിനു ശേഷമായിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. അതൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റുമായിട്ട്. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു ഈ പേഴ്സൺ. ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്? നീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര പെട്ടെന്ന് തകർന്നു പോകുന്നതല്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. നീ എൻ്റെ സോൾമേറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യൂണിവേഴ്സായിട്ടാണ് നിന്നെയും എന്നെയും മീറ്റ് ചെയ്യിപ്പിച്ചത്. ഈ ഒരു സമയം നിനക്ക് വേണ്ടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിനക്കൊരു ഓഫറുമായിട്ട് വരണമെന്നാണ് ഞാൻ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് നിനക്ക് വേണ്ടിയിട്ട്. നിനക്കൊരു ജസ്റ്റിസുമായിട്ടായിരിക്കാം ഇനി ഞാൻ വരുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ്. ഇവിടെ 2 ഓഫ് കപ്സ് കിട്ടിയതുകൊണ്ട് ഇവിടെ ഒരു സോൾമേറ്റ് തന്നെയാണ്, ഒരു സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്. സോൾമേറ്റ് ഓർ ട്വിൻ ഫ്ലെയിം ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ. കാരണം ഇവിടെ 2 ഓഫ് കപ്സും ലവേഴ്സ് കാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കാർഡിലൂടെ നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാനുള്ളത് നിങ്ങളോട്. യൂണിവേഴ്സ് പ്ലീസ് എന്താണ് നിങ്ങളുടെ പേഴ്സണ് പറയാനുള്ളത്? ഈ ഒരു സമയം നീയുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഞാൻ ഓർത്തെടുക്കുകയാണ്. നീ കൂടെ ഉണ്ടായിരുന്ന സമയവും നിന്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. നിന്നെ തിരികെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതുപോലെ തന്നെ നിനക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇനി ഞാൻ നൽകാനായിട്ട് പോകുന്നത്. എന്താണ് യൂണിവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ്? യൂണിവേഴ്സ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ അതുകൊണ്ട് ഒരു പകയുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് മാപ്പ് കൊടുക്കുക, നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നോട് അവൾ അങ്ങനെ ചെയ്തല്ലോ, അവനെങ്ങനെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു പക കിടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ മാപ്പ് കൊടുക്കുക ഈ ഒരു സമയം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു വ്യക്തി എല്ലാ തെറ്റുകളും മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ ആ ഒരു വ്യക്തി വളരെ വാല്യുബിളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരായി കഴിഞ്ഞാൽ തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണ് മാപ്പ് കൊടുക്കുക. അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. ഒരു കാർഡൂടെ നോക്കാം. അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുത്താൽ മാത്രമേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പുതിയ ജീവിതം ഇനിയും റീസ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അല്ലെ പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. അഥവാ കടന്നാലും നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റിന്റെ ഓർമ്മകൾ നിങ്ങളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയോട് ഒരു ശത്രുത വെച്ച് പുലർത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം അവർക്ക് മാപ്പ് കൊടുക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു റീഡിംഗ് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസണേറ്റ് ആവുന്നവർ കമന്റ് വഴി അറിയിക്കണം. വിത്തിൻ 48 hours, കളേർഡ് ഹെയർ,
ട്വിൻ ഫ്ലെയിം കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ, ഇതെല്ലാം നമുക്ക് വന്നിരുന്നു ആ കാർഡ്സിൽ. ലെറ്റർ W, നേച്ചർ, 1999, 1973, വയനാട്, 44, റെയിൻബോ, സോങ്സ്, 1997, തേഴ്സ്ഡേ, ഷോർട്ട് ഹെയർ, ഹെൽത്ത് ഇഷ്യൂസ്, വിശാഖം നക്ഷത്രം, സോഷ്യൽ മീഡിയ വിത്തിൻ 24 hours. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതായിരിക്കാം. തൃശ്ശൂർ, 1983, 1982, കുംഭം 64, വിത്തിൻ 72 hours, കർക്കിടക മന്ത്, സാറ്റർഡേ, ടുഡേ, സൺഡേ, ലെറ്റർ G, യെസ് പോസിബിൾ. മകൻ നക്ഷത്രം, ലെറ്റർ I, നമ്പർ 22, നമ്പർ 30, ലെറ്റർ F, നമ്പർ 2, 3 weeks, number 11, letter U, number 41, sensitive, number 30, letter M, Mumbai, long hair, 1990, ഷാർജ, മകീരം നക്ഷത്രം, റെഡ് കളർ, ഡിസംബർ, കണ്ണൂർ, ലെറ്റർ N, 1979, നമ്പർ 9, 20, യു ക്യാൻ ട്രസ്റ്റ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് വന്നത്. 48, കാരണം അവരെല്ലാ ലെസൺസും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ കർമ്മയായിരിക്കാം അനുഭവിക്കുന്നത്. കൊല്ലം, 2 weeks, അബ്രോഡ്, ധനു മന്ത്, അക്കൗണ്ടന്റ്, 42, ഫോട്ടോഗ്രാഫി, മൂലം നക്ഷത്രം, 1975, 27. അപ്പം ഏതായാലും നിങ്ങളുടെ വ്യക്തിക്ക് വളരെ ശക്തമായ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് നിൽക്കുന്നത്. ഏതായാലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വരണമെന്ന് ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ, അല്ലെ മാറി നിന്ന് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ മാപ്പ് കൊടുക്കുക ഈ ഒരു സമയം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു പുതിയ ലൈഫ് സാധ്യമാകൂ.